നമസ്കാരം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനമായ PSLV തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ടത് രാജ്യം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ദൗത്യങ്ങളുടെ പരാജയത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്നറിയാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് തിരുവനന്തപുരത്ത് VSSയിൽ എത്തി. അദ്ദേഹം അന്വേഷണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. 2 വട്ടം പിഴച്ച ദൗത്യം. ജനുവരി 12 നടന്ന വിക്ഷേപണം ഉൾപ്പെടെ 2 തവണയാണ് PSLV ദൗത്യം പരാജയപ്പെട്ടത്. വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിലാണ് 2 തവണയും തകരാറുകൾ സംഭവിച്ചത് എന്നത് തന്നെ ISRO ശാസ്ത്രജ്ഞരെ പോലും അമ്പരപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും ബാധിക്കുന്ന വിഷയമായതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് അജിത് ഡോവൽ ISRO കേന്ദ്രങ്ങളിൽ എത്തിയത്. 3ാം ഘട്ടത്തിലെ ദുരൂഹത ആവർത്തിക്കുന്ന പരാജയം. PSLV ദൗത്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നാണ് 3ാം ഘട്ടം. ജനുവരി 12 നടന്ന വിക്ഷേപണത്തിലും അതിനു തൊട്ടു മുമ്പത്തെ ദൗത്യത്തിലും പരാജയം സംഭവിച്ചത് ഒരേ ഘട്ടത്തിലാണ്, അതായത് സ്റ്റേജ് 3. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതുപോലും ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ദ്രവഖര ഇന്ധനങ്ങളുടെ കൃത്യമായ അനുപാതത്തിലും ജ്വലനത്തിലും സംഭവിക്കുന്ന നേരിയ വ്യതിയാനം പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാം. ഒരേ ഘട്ടത്തിൽ തന്നെ തുടർച്ചയായി പരാജയം ആവർത്തിച്ചതാണ് അട്ടിമറി എന്ന സംശയത്തിലേക്ക് അന്വേഷണത്തെ എത്തിച്ചത്. K. ശിവന്റെ നേതൃത്വത്തിൽ പരിശോധന. ഡോവലിന്റെ റിപ്പോർട്ട്. പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ മുൻ ISRO ചെയർമാൻ ഡോക്ടർ K. ശിവന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. 3 ദിവസത്തോളം വിവിധ സംഘങ്ങളുമായി ചർച്ച നടത്തി അവർ റിപ്പോർട്ട് തയ്യാറാക്കി. ഇതിന് പിന്നാലെയാണ് ബഹിരാകാശ വകുപ്പിന് അജിത് ഡോവൽ തന്റെ റിപ്പോർട്ട് കൈമാറിയതും. നിലവിൽ അട്ടിമറി സാധ്യതകളില്ലെന്നാണ് ഡോവലിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ദൗത്യം പരാജയപ്പെട്ടത് അട്ടിമറി മൂലമല്ലെന്ന് കേന്ദ്ര ബഹിരാകാശ വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനമാണ് PSLV. എന്നാൽ ഈ വർക്ക് ഹോഴ്സ് തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ടത് വെറുമൊരു സാങ്കേതിക പിഴവായി കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനകളോ അട്ടിമറി ശ്രമങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് കളത്തിലിറങ്ങിയത് ദൗത്യത്തിന്റെ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. 2 ദിവസത്തോളം അദ്ദേഹം തിരുവനന്തപുരത്ത് തങ്ങിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളമാണ് ഈ ഒരു സംഭവത്തെ നോക്കി കാണുന്നത് എന്ന് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതീവ ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം ഈ ഒരു സംഭവത്തെ, അതായത് PSLV പരാജയപ്പെടാനുണ്ടായ കാരണത്തെ നോക്കിക്കാണുന്നത്. 2ാം തവണയാണ് ഇത് പരാജയപ്പെട്ടിരിക്കുന്നത്. 3ാം സ്റ്റേജിൽ എത്തുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത്.